The average of the two-digit numbers 52, x8, 3x and 22 is 39. What is the average of x plus 4 and x plus 8? Options: Option A 14, Option B 12, Option C 20 and Option D 10. Question ഇതാണ്: The average of the two-digit numbers 52, x8, 3x and 22 is 39. ഇവിടെ തന്നിരിക്കുന്ന രണ്ടക്ക നമ്പറുകൾ അത് ഏതൊക്കെയാണ്? 52, x8, 3x, 22. ഇവയുടെ ആവറേജ് എന്ന് പറയുന്നത് 39 ആണ്. അപ്പം 4 നമ്പറുകൾ 52, x8, 3x, 22. ഇവയുടെ ശരാശരി എന്ന് പറയുന്നത് 39 ആണ്. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് എക്സ് പ്ലസ് 4 ആൻഡ് എക്സ് പ്ലസ് 8? അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 4ൻ്റെയും എക്സ് പ്ലസ് 8ൻ്റെയും ശരാശരി കാണുക. ഇപ്പോൾ തന്നിട്ടുള്ളത് 4 നമ്പറുകളാണ്. 52, x8, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഒരു നമ്പർ വരുന്നു. അടുത്ത 3x, 3 കഴിഞ്ഞ് അടുത്ത എക്സിൻ്റെ സ്ഥാനത്ത് വേറൊരു നമ്പർ, അത് സെയിം നമ്പർ, നേരത്തെ വന്ന എക്സ് എന്ന നമ്പർ തന്നെ ഇവിടെ വരുന്നു. കൂടാതെ 4ാമത്തെ നമ്പർ 28, 4ാമത്തെ നമ്പർ 22. ഇവിടെ ശരാശരി 39 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നിട്ടുള്ള നമ്പർ ഏതൊക്കെയാണ്? 52. അടുത്ത് തന്നിട്ടുള്ളത് x8, അടുത്ത് 3x, അടുത്ത് തന്നിട്ടുള്ളത് 22. അങ്ങനെ 4 നമ്പറുകൾ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് x8നെ എങ്ങനെ എഴുതാം? ഈ x8 നമുക്കിങ്ങനെ എഴുതാം. എക്സിനെ നമുക്കിങ്ങനെ എഴുതാം 10 ഇൻറ്റു എക്സ് പ്ലസ് 8 എന്ന് എഴുതാം. 10 ഇൻറ്റു എക്സ് പ്ലസ് 8 എന്ന് എഴുതാം ഈ നമ്പറിനെ. അതെങ്ങനെയാണ്? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്പർ 38 എന്നുള്ള ഒരു നമ്പർ നമുക്കിത് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 10 പ്ലസ് 8 എന്ന് എഴുതാം. അപ്പം 3 10 ഗുണിക്കുമ്പോൾ 30 വരും, പ്ലസ് 8, അതായത് കൂട്ടുമ്പോൾ 38 തന്നെയാണ്. അപ്പോൾ അതുപോലെ x8 എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ എവിടെയാണോ ഇത് 10ൻ്റെ പൊസിഷനാണ്. അപ്പോൾ അതിനെ 10 കൊണ്ട് ഗുണിക്കുക. 10 ഇൻറ്റു എക്സ് പ്ലസ് 8 എന്ന് എഴുതാം. റൈറ്റ്. അതുപോലെ 3xനെ എങ്ങനെ എഴുതാം? 3xനെ നമുക്ക് എഴുതാൻ ഇവിടെ 1ൻ്റെ പൊസിഷനാണ് എക്സ് വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് ഇത്രയും x8 ആണ്. അപ്പോൾ 3xനെ നമുക്ക് 3 ഇൻറ്റു 10 പ്ലസ് എക്സ് എന്ന് എഴുതാം. റൈറ്റ്. അങ്ങനെയെങ്കിൽ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന നമ്പറുകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്പറുകൾ ഏതൊക്കെയാണ്? 52 പ്ലസ് നമ്മളുടെ x8നെ സിംപ്ലിഫൈ ചെയ്തത് 10x പ്ലസ് 8. അപ്പോൾ നമുക്ക് എഴുതാം 10x പ്ലസ് 8. റൈറ്റ്. പ്ലസ് 3xനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 10 പ്ലസ് എക്സ്, അടുത്തുള്ളത് 22 ഹോൾ ഡിവൈഡഡ് ബൈ അവയുടെ എണ്ണം, അതായത് 4 കൊണ്ട് ഭാഗിക്കുക. ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? അവയുടെ ശരാശരി എത്രയാണ്? 39. അപ്പം ഈക്വൽ ടു 39. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറുകളുടെ തുക ഡിവൈഡ് ബൈ അവയുടെ എണ്ണം, അത് എന്താണ്? ശരാശരിയാണ്. ശരാശരി എന്നിട്ടുള്ളത് 39. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇതിൽ നമുക്ക് എക്സ് ഇല്ലാത്ത ടേമുകൾ നോക്കാം. 52 ഉണ്ട്, 8 ഉണ്ട്, പിന്നെ 3 ഇൻറ്റു 10 അതായത് 30 ഉണ്ട്, 22 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 52 പ്ലസ് 8 60, 60 പ്ലസ് 30 90,
90 പ്ലസ് 22 112. അപ്പോൾ ഇവിടെ വരുന്നത് 112 പ്ലസ് എക്സിൻ്റെ ടൈം നോക്കാം. ഇവിടെ 10x ഉണ്ട്, ഇവിടെ 1x ഉണ്ട്. 10x പ്ലസ് എക്സ് 11x റൈറ്റ്. ഇനി ഈ ഡിനോമിനേറ്ററുള്ള 4 റൈറ്റ് സൈഡ് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഡിവൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്നത് 39 ഇൻറ്റു 4. 39 4 നോക്കുമ്പോൾ 40 ഇൻറ്റു 4 160. 160 4 കുറയ്ക്കുക, അപ്പം 156. അപ്പം 11x ഈക്വൽ ടു ഈ 112 ലെഫ്റ്റ് സൈഡിലുള്ള 112 റൈറ്റ് സൈഡ് പോകുമ്പം മൈനസ് ചെയ്യും. അപ്പം 156 മൈനസ് 112. 156 മൈനസ് 112 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 നിന്ന് 2 പോയാൽ 4, 5 നിന്ന് 1 പോയാൽ 4, 1 നിന്ന് പോയാൽ 0, അതായത് 44. അപ്പോൾ എക്സ് ഈക്വൽ ടു ഈ 11 റൈറ്റ് സൈഡ് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. 44 ഡിവൈഡ് ബൈ 11, അതായത് 4. എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അതായത് നമ്മുടെ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ എക്സിൻ്റെ പൊസിഷനിൽ വരുന്നത് എന്താണ്? 4 വരേണ്ടത്. അപ്പോൾ ഈ നമ്പറുകൾ ഏതാണ്? അവിടെ നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് എക്സ് പ്ലസ് 4 ആൻഡ് എക്സ് പ്ലസ് 8. ഈ എക്സ് പ്ലസ് 4ൻ്റെ എക്സ് പ്ലസ് 8ൻ്റെ ആവറേജാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കണ്ടുപിടിക്കാനുള്ളത് എക്സ് പ്ലസ് 4 അടുത്ത് എക്സ് പ്ലസ് 8ൻ്റെയും ആവറേജ്. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടുക, അവയുടെ എണ്ണം, അതായത് 2 നമ്പറാണ്, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ പൊസിഷൻ 4 അപ്പോൾ 4 പ്ലസ് 4 8 പ്ലസ് ഇവിടെ 4, 8 4 12 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2 വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8ൽ 2 4 പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം. അപ്പോൾ 6 പ്ലസ് 4 10. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 10. അതായത് എക്സ് പ്ലസ് 4ൻ്റെയും എക്സ് പ്ലസ് 8ൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 10. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 5 പവർ എക്സ് മൈനസ് 3 ഇൻറ്റു 7 പവർ വൈ മൈനസ് 2 ഈക്വൽ ടു 6125, then what is the value of x plus y? Option A 8, option B 9, option C 10 and option D 11. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 5 പവർ എക്സ് മൈനസ് 3യെയും 7 പവർ വൈ മൈനസ് 2വിനെയും ഗുണിക്കുമ്പോൾ 6125 ആണ് ലഭിക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വില എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇപ്പോൾ ഇതെങ്ങനെ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 5 പവർ എക്സ് മൈനസ് 3 ഇൻറ്റു 7 പവർ വൈ മൈനസ് 2 എന്ന് പറയുന്നത് 6125. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഘടകങ്ങളാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 6125 നമുക്ക് 5ൻ്റെ നോക്കാം. 6ൽ 5 1 പ്രാവശ്യം, റിമൈനിങ് 1, 11ൽ 5 2 പ്രാവശ്യം, റിമൈനിങ് 1, 12ൽ 5 2 പ്രാവശ്യം, റിമൈനിങ് 2, 25ൽ 5 5 പ്രാവശ്യം. അടുത്തും 5 കൊണ്ടിനെ ചെയ്യാം നമുക്ക്. 12ൽ 5 2 പ്രാവശ്യം, അപ്പോൾ 10 ആകും, റിമൈനിങ് 2. 22ൽ 5 4 പ്രാവശ്യം, അപ്പോൾ 20, റിമൈനിങ് 2. 25ൽ 5 5 പ്രാവശ്യം. ഇത് നമുക്ക് അടുത്ത 5 കൊണ്ട് ചെയ്യാം. 24ൽ 5 4 പ്രാവശ്യം, അപ്പോൾ 20 ആകും, റിമൈനിങ് ഉള്ളത് 45, റിമൈനിങ് ഉള്ളത് 4, അപ്പോൾ 45, 45ൽ 5 9 പ്രാവശ്യം. അടുത്ത് നമുക്ക് 7 കൊണ്ട് ചെയ്ത് നോക്കാം. 7 7 49 റൈറ്റ്. അതായത് ഇതിനെ നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ എഴുതാം. 5 പവർ 3
7/2. അതായത് ഇവിടെ 3 5 ഉണ്ട്, 2 7 ഉണ്ട്. റൈറ്റ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 5ൻ്റെ ടേം നോക്കുക. 5/x-3 എന്ന് പറയുന്നത് 5/3ക്ക് തുല്യമാണ്. അതുപോലെ തന്നെ 7ൻ്റെ ടേം നോക്കുമ്പോൾ 7/y-2 എന്ന് പറയുന്നത് 7/2ന് തുല്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 5/3 പറഞ്ഞാൽ ഇവിടെ എന്ത് വരണം? ഇവിടെ വരേണ്ടത് 6 ആയിരിക്കണം. അപ്പോൾ ഇതിൽ 6 - 3 വരും. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. അതുപോലെ ഇവിടെ നോക്കുക, y-2 വരണമെങ്കിൽ ഇവിടെ വൈയുടെ സ്ഥാനത്ത് ഏത് വരണം? 4 വരണം. 4 - 2 ആണ് 2. അപ്പോൾ വൈയുടെ വാല്യൂ 4 ആണ്. റൈറ്റ്? നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? x + y. അപ്പോൾ x + y എന്ന് പറയുന്നത് 6 + 4, അതായത് 10 ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മളിവിടെ ചെയ്തെന്താണ്? ഈ തന്നിരിക്കുന്ന വാല്യൂ, അതായത് 5/x-3 ഇൻറ്റു 7/y-2 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? 6125 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 6125നെ 5ൻ്റെയും 7ൻ്റെയും ഘടകങ്ങളാക്കി വേർതിരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? 3 5ഉം കിട്ടി, 2 7ഉം. അതായത് 5/3 7/2 ആണ്. അതായത് 5/3 ഇൻറ്റു 7/2 ആണ് 6125 എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: 5x⁻³ 7y-2 എന്ന് പറയുന്നത് 5/3 ഇൻറ്റു 7/2 എന്ന് എഴുതാം. റൈറ്റ്? അങ്ങനെ എഴുതുമ്പോൾ 5/x-3 = 5/3 എന്ന് കിട്ടും. അതായത് അങ്ങനെ 3 വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 6 - 3 വെച്ചാൽ 3 വരും. ഏതിനോട് 3 കുറച്ചാൽ 3 കിട്ടും നോക്കുക. അപ്പോൾ 6നോട് 3 കുറച്ചാൽ 3 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6. അതുപോലെ ലെഫ്റ്റ് സൈഡുള്ളത് 7ൻ്റെ പവർ എന്താണ്? y-2 ആണ്. അത് ഏതിന് ഈക്വലാണ്? 7/2, അതായത് പവർ 2 ആയിട്ടുള്ള ഈക്വലാണ്. അപ്പോൾ വൈയുടെ സ്ഥാനത്തൊരു നമ്പർ വരണം. അത് ഏത് നമ്പറായിരിക്കണം? അതിനോട് 2 കുറയ്ക്കുമ്പോൾ 2 വരണം നമുക്ക് ആൻസർ. അങ്ങനെ വരണമെങ്കിൽ വൈയുടെ സ്ഥാനത്ത് 4 വരണം. അപ്പോൾ 4 - 2 2 ആണ്. അപ്പം y എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് x + y ആണ്. അപ്പോൾ x + y എന്ന് പറയുന്നത് 6 + 4, അതായത് 10.